ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അൽസാവ് ടോക്സ്. അങ്ങനെ ഒരു ഗംഭീര കളി തന്നെയായിരുന്നു ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ച്. ടോസ് ജയിച്ച അഫ്ഗാനിസ്ഥാൻ ബാറ്റിങ്ങിന് പറഞ്ഞ വെച്ചാൽ ഇന്ത്യയിലാണ്. ഇതൊരു നല്ലൊരു സ്കോർ തന്നെയായിരുന്നു, 402 റൺസ് എന്ന് പറയുമ്പോൾ. കാരണം ഈ പിച്ച് കളിച്ചിടത്തോളം പറയണമെന്ന് വെച്ചാൽ 236 മാത്രമാണ് ഇത് കയറുള്ളൂ. 236 അത് 270. പക്ഷെ അത് ഏറ്റവും നന്നായി അടിച്ച് കളിച്ചു ഇതാണ്. ഫസ്റ്റ് തന്നെ പോയത് ജയ്സ്വാളിൻ്റെ വിക്കറ്റാണ്. കാരണം ജയ്സ്വാൾ അടിച്ചൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ കൂടുതൽ അടി തുടങ്ങിയപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു 6 ആദ്യം ഒരു 4 തന്നെ അടിച്ചത്. പിന്നെ അടിച്ച് 4 അടിക്കാൻ നോക്കി, പക്ഷെ ആ ആള് ബോൾ ക്യാച്ച് വിട്ടിട്ട് പിന്നെ പിടിച്ചു. അത് ജയ്സ്വാൾ പോയത് ഭയങ്കര കഷ്ടമായി. അപ്പോൾ ജയ്സ്വാൾ പോയപ്പോൾ ഈ കളി എന്താവുമെന്ന് പിച്ചിനെ പറ്റി നമുക്കൊക്കെ എനിക്കത് അറിയായിരുന്നു. 200 റൺസ് തന്നെ പോവുള്ളൂ. പക്ഷേ അതുകൊണ്ട് മറികടന്നു ശുഭ്മാൻ ഗില്ല്. നല്ലൊരു തിരിച്ചുവരവ് തന്നെയാണ് ഗില്ലിൻ്റെ ഒരു പറയുകയാണെങ്കിൽ. ഗില്ല് അടിപൊളി അടിച്ച് തകർത്ത്. ഇവർ രോഹിത്തും ഗില്ലും നല്ല ഫോമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് രോഹിത്ത് ഔട്ടായി, റാഷിദ് ഖാനെയാണ് വിട്ടത്. അങ്ങനെ രോഹിത്ത് 48 റൺസാണ് എടുത്തിട്ട് ഔട്ടായി. പക്ഷേ ഗില്ലുണ്ടല്ലോ ഏതാ അടിപൊളി. അങ്ങനെ 154 റൺസാണ് ഗില്ലെടുത്തത്. പിന്നെ അത് കൂടാതെ ഇഷാൻ കിഷൻ അദ്ദേഹം 125 റൺസും കൂടി എടുത്തു. ഇവർ രണ്ടാളും അടിപൊളി കിടിലൻ പാർട്ട്ണർഷിപ്പും കൂടിയായിരുന്നു. അങ്ങനെ ഇവർ രണ്ടാളും ഔട്ടായി. അങ്ങനെ ലാസ്റ്റ് എടുത്ത റണ്ണാണ് 400 എന്ന് പറയുക 2 റൺസ്. 403 റൺസ് മതി നമുക്ക് അഫ്ഗാനിസ്ഥാൻ ജയിക്കാൻ. പക്ഷെ അവിടെ കൊണ്ട് ഫസ്റ്റ് ആദ്യം തുടക്കമൊക്കെ 4 അടിച്ചു. പിന്നെ ഫ്രീ ഹിറ്റ് കിട്ടി. ആ ഫ്രീ ഹിറ്റ് ബോളിൽ ക്യാച്ചായപ്പോൾ അത് നോ ബോളാണ്. അത് പ്രിൻസ് യാദവിനെ വിട്ടപ്പോൾ അത് പ്രിൻസ് യാദവിനെ അങ്ങോട്ട് വിശ്വാസമായില്ല, നോ ബോളോ. പിന്നെ അവർ കുറച്ചൊക്കെ അടിക്കാൻ തുടങ്ങി. പിന്നെയാണ് ഔട്ടായത്, ഫസ്റ്റ് വിക്കറ്റ് പോയത്. ഗുർനൂറിനെ വിട്ടപ്പോഴാണ് ബോളൊന്നും ക്യാച്ച് ആയത്. പിന്നെ അങ്ങോട്ടുള്ള കളികൾ ഫുള്ള് വിക്കറ്റ്. ഗുർബാസ് എടുത്ത റൺ എന്ന് പറയുമ്പോൾ 41. റഹ്മത്താണ് കുറച്ചുകൂടി നിന്ന് കളിച്ചത്. റഹ്മത്ത് അങ്ങനെ 77. അങ്ങനെ തന്നെ വിക്കറ്റുകൾ ഓരോന്നിങ്ങനെ പോയി. ആദ്യം 52 ആദ്യം പോയത്. പിന്നെ വിക്കറ്റ് പോയത് 71 2 വിക്കറ്റ്. അങ്ങനെ 122 അങ്ങനെ 3 വിക്കറ്റ്. 143 4 വിക്കറ്റ്. അങ്ങനെ 180 ആയപ്പോൾ 5 വിക്കറ്റ്. അങ്ങനെ വിക്കറ്റ്. അങ്ങനെ ലാസ്റ്റ് 232. അങ്ങനെ 170 റൺസിന് ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. പ്ലെയർ ഓഫ് ദ മാച്ച് ശുഭ്മാൻ ഗിൽ. പിന്നെ അതൊക്കെ കളിയൊക്കെ ജയിച്ച സന്തോഷം തന്നെയാണ്. ഇപ്പോൾ ഒരു ഗൗതം ഗംഭീർ തീരുമാനമുണ്ട്. ഗൗതം ഗംഭീറും അജിത് തക്കാറും കൂടിയാണ്. രോഹിത്തും കോഹ്ലിനെ വിരമിക്കണം എന്നാണ് പറയുന്നത്. വൃത്തികെട്ട പരിപാടിയാണ് ചെയ്തത്. അത് വളരെ മോശമാണ്. അത് പറയണത് വെച്ചാൽ വേൾഡ് കപ്പിൽ ഇവർ നന്നായി കളിക്കുന്നുണ്ട്. ഇപ്പോൾ കളിച്ചല്ലോ. അപ്പോൾ വേൾഡ് കപ്പിൽ ഇവരെ വെച്ചിട്ട് മറ്റോളെ വിരമിച്ചാലാണ് തെറ്റാണ്. അത് കോഹ്ലി രോഹിത്ത് എന്ന് പറയുമ്പോൾ അവർ അടിപൊളി ബാറ്റേഴ്സാണ്. കാരണം ഇവരുള്ളത്തോളാണ് നല്ലൊരു ഫോമായി കിട്ടുന്നത്. കോഹ്ലി ശരിക്കും ഓൾറെഡി ഫിറ്റാണ്. കോഹ്ലി നല്ല കളിക്കാൻ പറ്റുന്നത്. അത് ഇപ്പോഴാണെങ്കിലും ODIയിലാണെങ്കിലും IPLാണെങ്കിലും നന്നായി കളിക്കും. ഇവർ രണ്ടാളും നന്നായി കളിച്ചു. പക്ഷെ അത് ഗൗതം ഗംഭീറിൻ്റെ വൈരാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് IPLനായിട്ട് കഴിഞ്ഞ RCB ലക്നൗ സൂപ്പർ കിങ്സ്, അതിൽ RCB ജയിച്ചു. അതിൻ്റെ അടിയുണ്ട്. അതാണിപ്പോൾ അതിൻ്റെ റിവെഞ്ച് എടുത്തിട്ടാണ് ഇപ്പോൾ പറയണത് കോഹ്ലിനെ വിരമിക്കണം. കോഹ്ലി ഇപ്പോൾ പറയണു എന്നെ എന്തെങ്കിലും ഫൈറ്റ് BCCIയുടെ ഇതാണെങ്കിൽ ഞാൻ തന്നെ വിരമിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും അത്രയൊക്കെ തന്നെ പറയുള്ളൂ. അപ്പോൾ ഇന്നലത്തെ കളിയും ജൂനിയേഴ്സും ജയിച്ചായിരുന്നു അഫ്ഗാനിസ്ഥാനായിട്ട്. അങ്ങനെ ഫുൾ ജയങ്ങളായിരുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെ പറയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. അതൊരു കിറ്റിൽ ദെൻ ഗുഡ് ബൈ.